തീയായിടാം, അതിർത്തികൾ തകർത്തിടാൻ. कि अगर एक जाहिल इस मुल्क की रहनुमाई करे. India, what's happening with your students? പൊന്നുപ്രേക്ഷകരെ, ഞാൻ വിഷയത്തിലേക്ക് അടക്കാം. ഒരു കാര്യം പറയാം. നമ്മുടെ വേടൻ രംഗത്ത് വന്നിട്ടുണ്ട്. വേടന്റെ പുതിയൊരു പാട്ട് വന്നിട്ടുണ്ട്. ജെൻഡർ മണ്ടറിന്റെ ആ ഒരു പൊന്നുമക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിനുശേഷം നരേന്ദ്രമോദി അധികാരത്തിൽ കയറുന്ന ആ ഒരു സമയത്ത് കുറേ പേര് കൈയടിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. എന്നാൽ അതേ ആൾക്കാർ, അതായത് നരേന്ദ്രമോദിക്ക് അന്ന് സപ്പോർട്ട് കൊടുത്ത എല്ലാവരും ഇന്ന് നരേന്ദ്രമോദിയെ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഞെട്ടിക്കുന്ന നടുക്കുന്ന വീഡിയോ ദൃശ്യം ഞാൻ വെച്ചു തരാം. ഓരോ നടിമാരും, ഇത് ഹിന്ദി ആക്ടർമാരും അല്ലെങ്കിൽ ഫോറിനിലുള്ള ആക്ടർമാരാണ് രംഗത്ത് വന്നത്. ഈ വീഡിയോയിൽ ഞാൻ മൊത്തത്തിൽ എല്ലാം വെച്ചു തരാം. പൊന്നു പ്രേക്ഷകരോട് ഒരൊറ്റ കാര്യം പറയാം. എൻ്റെ പൊന്നു പ്രേക്ഷകരെ, ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ BJP, CPM, കോൺഗ്രസ്, ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യൻ ഒന്നും നോക്കണ്ട. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. കാരണം എൻ്റെ പൊന്നു പ്രേക്ഷകരെ, നമ്മുടെ മക്കള് വീട്ടിലിരുന്ന് കുത്തി പഠിക്കുകയാണ്. ഇത്തിരി ഉറങ്ങാതെ രാത്രി സമയത്ത് ഇരുന്ന് പഠിക്കുകയാണ്. ആ പാവങ്ങൾക്ക് 50% 60% മാർക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ സീറ്റ് കിട്ടുന്നില്ല, ഒരു മണ്ണാങ്കട്ടയും കിട്ടുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? ഈ BJP സർക്കാർ BJPയുടെ മുതിർന്ന ആൾക്കാരുടെ മക്കൾക്ക് ഈ ചോദ്യ പേപ്പർ ഒരാഴ്ച മുമ്പ് തന്നെ കൊടുക്കുകയാണ്. ഇത് ചതിയല്ലേ പൊന്നു പ്രേക്ഷകരെ? അതിനു വേണ്ടിയാണ് നമ്മുടെ പൊന്നോമന പിഞ്ചോമന പൈതലങ്ങൾ അവിടെ സമരം ചെയ്യുന്നത്. അതിന് ഞാനും നിങ്ങളും സപ്പോർട്ട് ചെയ്യണം എൻ്റെ പൊന്നു പ്രേക്ഷകരെ. ഇവിടെ നിങ്ങളൊന്നും നോക്കണ്ട. അതിന് സപ്പോർട്ട് ചെയ്യുന്ന, ആ സമരത്തെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നൊന്നായിട്ട് തുടങ്ങാം പൊന്നു പ്രേക്ഷകരെ. ആദ്യം കെ.സി. വേണുഗോപാല് പാർലമെന്റിനെ പൊരിക്കുകയാണ്. അതായത് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് കെ.സി. വേണുഗോപാല് തീപ്പൊരിയായി പറയുന്ന ആ ഒരു ഭാഗം ഞാൻ വെച്ചു തരാം. അതിനുശേഷം വേടന്റെ പാർട്ടി എല്ലാം ഞാൻ വെച്ചു തരാം. ഓക്കെ, ഒന്നൊന്നായിട്ട് കേൾക്കാം. സർ, last 2-3 days आप बोलना चाहते हैं last sir the entire nation is paining now. The way in which the government of India brutally deal with the students who are agitating against Dharmendra Pradhan. Sir, one point. मेरा point है sir. आप तो बताइए, आप चर्चा चाहते हैं? Indian opposition, सर, सरकार चर्चा को तैयार है. सर, आप पूरी चर्चा में बोलना ना. वेणुगोपाल जी, आप जितना समय चाहोगे बोलेंगे. हम पूरी चर्चा में बोलेंगे सर. हम चाहता है हम सर, हमारा डिमांड वेरी क्लियर है. Education minister should be resigned. Then one more. आप चर्चा में if you accept adjournment motion पर चर्चा करो सर. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, അതായത് പറയുന്നത് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെക്കണമെന്നാണ് അല്ലേ? 20 പേരാണ് എൻ്റെ പൊന്നു പ്രേക്ഷകരെ ആത്മഹത്യ ചെയ്തത്. ഇവറ്റകള് നീറ്റ് പരീക്ഷയുടെ ചോദ്യ പേപ്പറിലെ ചോദ്യങ്ങളൊക്കെ മുക്കിയപ്പോൾ, അതായത് ഇവരുടെ ആൾക്കാർക്ക് കൊടുത്തപ്പോൾ അത് കണ്ട് സഹിക്കാതെ 20 പേരാണ് പൊന്നു പ്രേക്ഷകരെ ആത്മഹത്യ ചെയ്തത്. നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികൾക്ക് ആപത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. സപ്പോർട്ട് ചെയ്യണം, അതിനെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ പൊന്നു മനുഷ്യന്മാരെ. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, നമുക്ക് ബാക്കി വിഷയത്തിലേക്ക് കടക്കാം. കുറേ പേര് രംഗത്ത് വന്നിട്ടുണ്ട്. വേടന്റെ പാട്ടുണ്ട് നമുക്ക്. അതായത് കോക്രോച്ച് പാർട്ടി സ്ഥാപകൻക്ക് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരുടെ ഇൻസ്റ്റഗ്രാം എപ്പോഴും ബാനാണ്. 5 മിനിറ്റിൽ ബാനാവും, 5 മിനിറ്റ് പ്രവർത്തിക്കും. അപ്പോൾ അവരുടെ ചാനലിൽ വന്ന ഞെട്ടിക്കുന്ന ഒരു വീഡിയോ ദൃശ്യമാണ്. ചിലപ്പോൾ ഈ വീഡിയോ ഈ യൂട്യൂബിൽ തന്നെ, ചിലപ്പോൾ എൻ്റെ ഈ വീഡിയോ തന്നെ നീക്കം ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് അദ്ദേഹം പറയുന്നുണ്ട്, അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. हेलो एवरीवन, आज सोनम सर की हंगर स्ट्राइक का 25वां दिन है. 25 दिन विदाउट फूड, तो उनकी जिंदगी को बहुत बड़ा खतरा है. मैं नहीं चाहता सोनम सर को कुछ हो जाए, इसलिए मैं सोनम सर से रिक्वेस्ट करता हूँ वो अपना हंगर स्ट्राइक तोड़ दे और हम इस प्रोटेस्ट को जारी रखेंगे. मेरा ये अश्योरेंस है कि सोनम सर अपना हंगर स्ट्राइक अगर तोड़ भी देंगे, उसके बाद भी हम अपना प्रोटेस्ट जारी रखेंगे और तब तक हम पीछे नहीं हटेंगे जब तक धर्मेंद्र प्रधान का इस्तीफा नहीं होता. और इसी के साथ मैं कहना चाहता हूँ कि हमारा जो प्रोटेस्ट है वो इसी तरह पीसफुली आगे बढ़ेगा. तो हमारे जितने भी सपोर्टर्स है, मेरी उनसे अपील है, आप इसी तरह पीसफुली अपना प्रोटेस्ट जारी रखिए. हम कहीं से भी कोई भी ऐसी गलत चीज नहीं करेंगे जिससे हमारे प्रोटेस्ट की बदनामी हो, हमारे देश की बदनामी हो. हमारा प्रोटेस्ट पीसफुली आगे बढ़ता रहेगा और जो लोग भी गलत काम कर रहे हैं या गलत नारे लगा रहे हैं वो हमारे प्रोटेस्ट का कभी ना हिस्सा थे और ना कभी हिस्सा हो सकते हैं. हमारा प्रोटेस्ट महात्मा गांधी की राह पर चलेगा, डॉक्टर बाबा साहेब अम्बेडकर की राह पर चलेगा
और पीसफुली जारी रहेगा। तो सोनम सर से मैं फिर से एक बार रिक्वेस्ट करता हूँ, वो अपना हंगर स्ट्राइक तोड़ दीजिए और हमारा जो प्रोटेस्ट है वो तब तक चलता रहेगा जब तक धर्मेंद्र प्रधान इस्तीफा नहीं देते। थैंक यू। എന്റെ പൊന്നു പ്രേക്ഷകരെ ഒരു കാര്യം പറയാം, ഈ പാവങ്ങള് അവിടെ നിന്ന് സമരം ചെയ്യുമ്പോൾ ഈ പാവങ്ങൾക്ക് ഒരു ഗ്ലാസ് ചായ പോലും ആരും മേടിച്ചു കൊടുക്കത്തില്ല. കാരണം നരേന്ദ്രമോദിക്കെതിരെയാണ് സമരം. അവിടെയുള്ള പോലീസ് ഈ പാവങ്ങളെ അടിക്കുന്നതല്ലാതെ ഈ പാവങ്ങൾക്ക് ആരും സംരക്ഷിക്കൂല. കാരണം നരേന്ദ്രമോദിക്കെതിരെയാണ് സംസാരിക്കുന്നത്. പൊന്നു പ്രേക്ഷകരെ, ഇങ്ങനെയുള്ള പാവങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഇതിപ്പോ പാർട്ടിക്ക് വേണ്ടി സമരം ചെയ്യുന്നതാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യില്ലായിരുന്നു. ഇത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, ഭാവി ഇന്ത്യക്ക് വേണ്ടിയിട്ട്, ഇന്ത്യ എന്ന മഹാരാജ്യം ഇങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ പറയുന്നത്. പൊന്നു പ്രേക്ഷകരെ, അടുത്ത വീഡിയോ ക്ലിപ്പ് വേടന്റെ വിഷയത്തിലേക്കൊക്കെ കടക്കാം. മലയാളികൾ കുറെ പറയുന്നുണ്ട്, ആ വിഷയത്തിലേക്കൊക്കെ കടക്കാം. പൊന്നു പ്രേക്ഷകരെ, ഞെട്ടിക്കുന്ന ഗായകനാണ്, വലിയൊരാളാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വെച്ചിട്ട്. ഇദ്ദേഹം ഇതിന് സപ്പോർട്ടായി വന്നത്, അതായത് ഈ കോക്രോച്ച് പാർട്ടിക്കും നമ്മുടെ ഈ ഒരു സമരം ചെയ്യുന്ന ഈ ഒരു പൊന്നുമക്കൾക്ക് സപ്പോർട്ട് ചെയ്തു വന്നത് ലോകം തന്നെ ഞെട്ടുകയാണ്. ഇദ്ദേഹത്തെ പോലെയുള്ള ഒരാള് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമെന്ന് നരേന്ദ്രമോദി പോയിട്ട് അമിത്ഷാ പോലും വിചാരിച്ചിട്ടില്ല. ഇദ്ദേഹം ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കത് ജസ്റ്റ് ഒന്ന് കേൾക്കാം. आदाब, नमस्कार। मैं नसीरुद्दीन शाह दो बातें अर्ज करना चाहता हूं आप सबसे। पहली बात तो ये कि अगर एक जाहिल इस मुल्क की रहनुमाई करे तो उसका दिल यही चाहेगा कि पूरा मुल्क उसी की तरह जाहिल, ना समझ, ना काबिल और बेरहम बने। अभिनय के दो अलग अलग कोर्स राष्ट्रीय नाट्य विद्यालय और पूना फिल्म इंस्टीट्यूट में पूरे करने के बावजूद मैंने अभिनय के बारे में सबसे ज्यादा जो सीखा है वो उन बच्चों से, उन तालिब इल्म से जिन्हें सिखाने की कोशिश मैंने की है। मेरी पूरी हमदर्दी उनके साथ है। मैं उन्हें हजार हजार हर सांस के साथ दुआएं देता हूं और हर टीचर्स डे पर उन्हें सलाम करता हूं। इस वक्त मेरा दिल भी भरा हुआ है और मैं गुस्से से खौल भी रहा हूं ये देखकर कि हमारे इन बच्चों के साथ किस तरह जुल्म का बर्ताव किया जा रहा है उन गुंडों के हाथों, जो मुझे अमेरिका के आइस एजेंट्स की याद दिलाते हैं, मुंह पे नकाब लगाए हुए, हाथ में डंडा लिए हुए। कभी अपने बच्चों के बारे में भी सोचा करो और ये भी सोचो कि तुम्हारा अंजाम तुम्हें भी एक दिन मिलेगा जरूर। इन सब बच्चों से मैं कहना चाहता हूं कि हिम्मत ना हारें। बहुत से लोगों की हमदर्दी आपके साथ है, बहुत से लोग आपके साथ हैं। आप लड़ते रहें। मुझे हमारे मुल्क की युवा पीढ़ी से हमेशा उम्मीद रही है और अब वो उम्मीद और उजागर हो गई है। आप लोग अपनी लड़ाई लड़ते रहें, हम सब आपके साथ हैं। और इस मुल्क की हुकूमत को मैं सिर्फ इतना कहना चाहता हूं, सब याद रखा जाएगा। ഓക്കെ പൊന്നു പ്രേക്ഷകരെ, ഇദ്ദേഹത്തെ പോലെയുള്ള ഒരാള് ഇങ്ങനെ പറയുമെന്ന് ഇന്ത്യയിൽ ഒരാൾ പോലും വിചാരിച്ചിട്ടില്ല. ഇത് നരേന്ദ്രമോദിക്ക് കനത്ത തിരിച്ചടിയാണ്. ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് വേടന്റെ വിഷയത്തിലേക്ക് കടക്കാം. നരേന്ദ്രമോദി, അതായത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്ന് വിചാരിച്ചാൽ 5 മിനിറ്റിൽ തീരാവുന്ന പ്രശ്നമാണിത്. ആ എഡ്യൂക്കേഷൻ മിനിസ്റ്ററെ രാജിവെപ്പിക്കുക, ചർച്ച ചെയ്യുക, വേണ്ട നടപടിയെടുക്കുക. 20 പേർ ആത്മഹത്യ ചെയ്ത കുടുംബത്തിന് നല്ല എക്കാലത്തെയും കിട്ടുന്നതിനേക്കാൾ ഒരു കുടുംബത്തിന് 1 കോടി രൂപ വെച്ചിട്ട് ധനസഹായം നൽകുക. അന്നെങ്കിൽ തീർന്ന്. ഓക്കെ മുന്നേ പ്രേക്ഷകരെ, നമുക്ക് വേടന്റെ വിഷയത്തിലേക്ക് അടക്കാം. അത് വെച്ചു തരാം. ഈ മസ്താനി എന്ന പെൺകുട്ടി ഇതിനെ കുറിച്ചിട്ട് നല്ല രീതിക്ക് എതിർത്തിട്ടുണ്ട്. അത് വിവാദമാണ്. അതായത് ഈ പൊന്നുമോൾ, മസ്താനി എന്ന പൊന്നുമോള് മുസൽമാൻ ആയതുകൊണ്ടാണ്. നീ എന്തിനാടി, മുസൽമാനല്ലേ, നീ രാജ്യദ്രോഹിയാണ്, നീ BJP എന്തിനു സംസാരിക്കുന്നു, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പൊന്നു പ്രേക്ഷകരെ, എന്ത് മുസൽമാൻ, എന്ത് ഹിന്ദു, എന്ത് ക്രിസ്ത്യൻ, ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ നമ്മൾ എല്ലാവരും ഇവിടെ ഇന്ത്യയിൽ എല്ലാവരും പൗരന്മാരല്ലേ. ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ എല്ലാവർക്കും സംസാരിക്കാനുള്ള അധികാരമുണ്ട്. പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? എൻ്റെ പൊന്നു പ്രേക്ഷകരെ, ഇത്തിരി തല ഉപയോഗിക്കുക. അപ്പോൾ ഈ കുട്ടി എന്താണ് പറഞ്ഞത് അത് ഞാൻ സൈഡിൽ വെച്ച് തരാം. നമുക്ക് വേടന്റെ പാട്ടൊന്ന് ആദ്യം കേൾക്കാം. ഓക്കെ, തോളോട് തോൾ ചേർന്ന് പോരാടിടാം, തീയായിടാം, അതിർത്തികൾ തകർത്തിടാൻ വാ, വീണാൻ എരി നക്ഷത്രമായി വീണിടാം, മടങ്ങിയാൽ കാട്ടു തീയായി അടങ്ങിടാം, മടക്കി വെച്ച പുസ്തകത്തിലെ മൂർച്ചയുള്ള വാക്കെടുത്തു തോക്കുകൾ അരിഞ്ഞിടാൻ വാ. തണൽ കൊതിച്ചവർക്ക് ഒറ്റമര കാടാകാം, വരണ്ട് ചത്ത മണ്ണിൽ ഒറ്റത്തുള്ളി മഴയാകാം, ഇരുണ്ട പാതയിൽ ഒരു നുറുങ്ങു വെട്ടമാകാം, നിശബ്ദരായവർക്ക് ശബ്ദമായി മാറിടാം. നീ വാ. അഴികളിൽ വാക്കുകൾ അടങ്ങുകില്ല, ഒടുങ്ങുകില്ല, ആൾ മരിച്ചു പോകിലും ആശയം മരിക്കുകില്ല, തല നരച്ച പോതിലും മനമതിലൊരു നരയതില്ല, മെയ് തളർന്ന പോതിലും പൊയ് വളർന്ന കഥയതില്ല. വാ,
എവിടെ മർദ്ദനങ്ങൾ അവിടെ ഉയരണം കരങ്ങൾ, എവിടെ വർഗവാദം അവിടെ ഉയരണം സ്വരങ്ങൾ, എവിടെ മനിത നടിമ അവിടെ വിപ്ലവങ്ങളാകണം, എവിടെ ചങ്ങലകൾ. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, ഈ പാട്ട് ശശികലയ്ക്ക് എന്തായാലും പൊള്ളിയിട്ടുണ്ടാവും. നമ്മുടെ വേടനെ പോലുള്ള ആൾക്കാർ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് വരുമ്പോൾ എനിക്ക് പേഴ്സണലി മനസ്സിന് വല്ലാത്ത ഒരു ഹാപ്പിയാണ് തോന്നുന്നത്. ചില വലിയ ഫേമസ് ആയിട്ടുള്ള നരേന്ദ്രമോദിയെ മുമ്പൊക്കെ കൈയടിച്ച ചില നടിമാർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ആദ്യം ഒരു ഫോറിൻ നടി ചില കാര്യം പറയുന്നുണ്ട്, അത് ജസ്റ്റ് ഒന്ന് കേൾക്കാം. ഓക്കെ. India, what's happening with your students? Years of studying, years of sacrifice, one exam that can literally change their entire life, and you fuck them up at this point. Just to clarify, I'm not into any political bullshit. I'm here to tell you that I support Indian students on the movement they do. On the movement, okay? Because they have all the rights to protest, they need answers. And instead of getting hurt, actually police fuck them up on top of that as well. If millions of young people feel that the system has failed, shouldn't be someone listening to them instead of actually forcing them to be quiet. Those students are carrying enough pressure already, so they need answers, they need to be heard, and like, for God's sake, just help them, okay? Just support the movement. ഓക്കെ പൊന്നു പ്രേക്ഷകർ, ഇത് എന്തിനു വെക്കുന്നതല്ല, ഇവർക്കൊക്കെ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ആണ്, ലോകം അറിയുന്ന ആൾക്കാരാണ്. ഇവരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ലോകം തന്നെ ഞെട്ടുകയാണ്. എന്ത് പറ്റി നരേന്ദ്രമോദിക്ക്? മറ്റൊരു നടി നടുക്കുന്ന ചില കാര്യം പറഞ്ഞ് ഞെട്ടിപ്പിച്ചിട്ടുണ്ട്, അത് നമുക്ക് കേൾക്കാം. അതിനുശേഷം മസ്താനി വിഷയം ചർച്ച ചെയ്യാം. ഓക്കെ. ये जो नेता मंत्री के बच्चे हैं, एमएलए एमपीज, ये सब तो विदेश में पढ़ते हैं, लंदन अमेरिका, इनको कोई फर्क नहीं पड़ रहा है. यहाँ के जो बच्चे हैं, जब वो अपने हक के लिए लड़ रहे हैं, जब उनके साथ गलत हो रहा है, क्योंकि वो सब तो आम आदमी के बच्चे हैं, मिडिल क्लास के बच्चे हैं, जब वो अपने हक के लिए लड़ रहे हैं तो उनके ऊपर लाठीचार्ज हो रहा है, उनको टीयर गैस से वो डराया जा रहा है, क्योंकि वो अपने हक के लिए भी ना लड़े. और अब मुझे पता है, मैंने ये बोल दिया है, रील डाल दी है, तो अब नीचे कमेंट में लोग आ जाएंगे कि कितने पैसे मिले, कितने पैसे मिले. तो मैं आपको बता दूं, जब आप कुछ ऐसा बोलते हो, कुछ पॉलिटिकली कुछ ऐसा, तो ब्रांड्स एंड ओटीटीज दे डोंट वांट टू एसोसिएट विद यू. तो मुझे पैसे मिले नहीं, मेरे पैसे अब कट गए. बहुत महीने तक मेरे साथ कोई कुछ काम नहीं करना चाहेगा, बट आई थिंक इट वाज इंपॉर्टेंट फॉर मी टू से दिस. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്, ഇവരൊക്കെ ലോകം അറിയുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഇവരൊക്കെ നരേന്ദ്രമോദിക്ക് എതിരെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെക്കുന്നത്. മറ്റൊരു നടി ചില ഞെട്ടിക്കുന്ന കാര്യം പറയുന്നുണ്ട്, അത് വെക്കാം. അതിനുശേഷം മസ്താനി വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ. Hi everyone, I am right now at the Worli police station. हम आज अपना सपोर्ट दिखाने के लिए टू द नीट एस्पिरेंट्स, टू द स्टूडेंट्स हु हैव कमिटेड सुसाइड, आज एक प्रोटेस्ट का हिस्सा बनना चाहते थे, विच वाज सपोज टू हैपन इन दादर एट 4 PM. एंड हम जस्ट पहुंचे एंड सिर्फ रोड पे खड़े हुए, लिटरली हमने कुछ शुरू भी नहीं किया, कुछ बोला भी नहीं, नॉट अ सिंगल नारा, नथिंग वाज स्टार्टेड. एंड सिर्फ वहां आई थी मैं, एंड एक सर आए, उन्होंने बोला आप प्रोटेस्ट नहीं कर सकते. तो हमने कहा ठीक है, ओके सर, बता दीजिए दूसरा और क्या रास्ता है. एंड बिफोर इवन वी कुड हैव अ कॉन्वर्सेशन, दे पुल्ड माई ब्रदर, दे पुल्ड माई फ्रेंड इनटू द वैन. एंड आफ्टर दे पुल्ड माई ब्रदर एंड माई फ्रेंड, ऑफकोर्स आई डिडंट नो वेयर टू गो, व्हाट टू डू, बिकॉज मैं इस एरिया में पहले कभी आई नहीं हूँ. तो मैं सिर्फ खड़ी थी कि जाना कहाँ है, मी एंड 2 of my other friends, and 15 police people, at least 10 men and 5 women came to us and they were like, you have to get into the van, you have to get into the van. And I'm simply asking कि क्यों? हम तो सिर्फ रोड पे खड़े हैं, हमने तो कुछ बोला भी नहीं है, कुछ शुरू भी नहीं किया है, ना हम कोई प्लाकार्ड दिखा रहे हैं, ना हम कोई नारा लगा रहे हैं, हम तो सिर्फ अपने भाई और अपने दोस्तों का वेट कर रहे हैं. Why are we being pulled in? There was no answer, nothing, and we were pulled. I've already shared that video on my story. I was pulled by 4 to 5 women. I used all the strength I could to try not getting into the van, but they pulled us in. पूरे वैन हम पूछते रहे कि आपने हमें क्यों डिटेन किया है, हमने गलती क्या की, आप एटलीस्ट वो तो बताइए. नो आंसर, नो अकाउंटेबिलिटी, नथिंग, कुछ भी, किसी ने कोई जवाब नहीं दिया. और हमें दादर से दूर वर्ली लेकर आए, अभी वर्ली पुलिस स्टेशन में. आई वुड रियली लाइक टू रिस्पेक्ट द पीपल हु आर हियर. यहाँ के पुलिस वाले बहुत ही स्पीड है, उन्होंने बहुत ही स्पीडली बात की. बट माई क्वेश्चन इज स्टिल द सेम कि जिन लोगों ने हमें ऑन ग्राउंड जबरदस्ती की है, जिन लोगों ने मुझे धक्का मारा है, मेरे दोस्तों को धक्का मारा है, मेरे भाई को धक्का मारा है, what was our fault? What is our fault? Just being there, हमने तो बात भी नहीं की थी, हमने तो सपोर्ट शुरू भी नहीं किया था. Just for standing on the road, and if you're saying the law is that 5 people cannot stand on the road, the law first of all starts from the 23rd of July, and we were 3 people. So
So my question is why? Why am I sitting in this police station right now? ഓക്കെ പൊന്നു പ്രേക്ഷകരെ, ഇതൊക്കെ വെക്കുന്നത് ഇവരൊക്കെ ലോകം അറിയുന്ന ആൾക്കാരാണ്. ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു എഡ്യൂക്കേഷൻ മിനിസ്റ്ററെ എന്നേക്കുമായിട്ട് രാജിവെപ്പിക്കും, നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യം വികസിപ്പിക്കും. അതിനു വേണ്ടിയിട്ടാണ് പൊന്നു പ്രേക്ഷകരെ 20 പേര് ആത്മഹത്യ ചെയ്ത ആ പൊന്നു മക്കൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മസ്താനി, അതായത് ആ പാവപ്പെട്ട പെൺകുട്ടി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് വിവാദമാണ്. നമുക്ക് എന്തായാലും അത് ജസ്റ്റ് ഒന്ന് കേൾക്കാം. സത്യം പറഞ്ഞാൽ സംസാരിക്കണ്ട എന്ന് കണ്ണടച്ച് വിടുന്ന ഒരു കാര്യമാണ്, പക്ഷെ സഹിക്കുന്നില്ല, അതുകൊണ്ട് പറയുന്നതാണ്. അവിടെ ഡൽഹിയിൽ നടക്കുന്നത് റെഡ് കാർപ്പറ്റ് അല്ല. 20ഓളം വിദ്യാർത്ഥികൾ കഷ്ടപ്പെട്ട് പഠിച്ച് അധ്വാനിച്ചത് ഒരു യാതൊരുവിധ ഫലവും കാണാതെ മരണത്തിന് കീഴടങ്ങി. അതിന്റെ കാരണത്തിനെതിരെ അവിടെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. രാപ്പകലില്ലാതെ വെയിലും മഴയും വകവയ്ക്കാതെ പോലീസുകാരുടെ ലാത്തി ചാർജും കൊണ്ട് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ആളുകൾ അവിടെ പോരാടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലേക്ക് ഗെറ്റ് റെഡി വിത്ത് മീയും വാട്ട്സൺ മൈ പ്രൊട്ടസ്റ്റ് ബാഗും സൺ പ്രൂഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് പോകാൻ വേണ്ടി അത് റെഡ് കാർപ്പറ്റ് ആണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. കുറെ ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോസ് കാണുന്നുണ്ട് ഗൈസ്, അതൊരു റിയാലിറ്റി ആണ്. ഇതിനൊക്കെ എല്ലാം നമ്മൾ ഇങ്ങനെ കോണ്ടന്റ് ആക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിലും കോണ്ടന്റ്. ഈ റീച്ചിന് വേണ്ടിയിട്ടാണോ ഈ ഒരു സപ്പോർട്ട് ചെയ്യുന്നത്? മനസ്സിലാവാത്തോണ്ട് ചോദിക്കണം. അവിടെ ജെനുവിൻ ആയിട്ട് ആത്മാർത്ഥമായിട്ട് ഒന്നും വക വെക്കാതെ അവിടെ പട്ടിണി കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, സാധാരണക്കാരുണ്ട്, സെലിബ്രിറ്റീസ് ഉണ്ട്. അവരൊന്നും റീച്ചിന് വേണ്ടിയിട്ടോ കോണ്ടന്റിന് വേണ്ടിയിട്ടോ ഇൻസ്റ്റഗ്രാമിന് വേണ്ടിയിട്ടോ അല്ല, അവർക്ക് ജെനുവിൻ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അവിടെ തന്നെ പോയിട്ട് സപ്പോർട്ട് ചെയ്യണമെന്നുമില്ല. ഇവിടെ ഇരിക്കുന്നിടത്ത് നിന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന്റെ ഇടയിൽ പോയിട്ട് ഗെറ്റ് റെഡി ചെയ്യാനും ഫുൾ ഓൺ മേക്കപ്പിൽ ഫോട്ടോഷൂട്ട് നടത്തുന്നത് പോലെ ചിരിച്ച് സ്ലോഗനും പിടിച്ചിട്ട് പോസ്റ്റ് ചെയ്ത് നിൽക്കുന്ന കുറെ ഇൻഫ്ലുവൻസേഴ്സിനെ കാണുമ്പോൾ എനിക്ക് പുച്ഛം തോന്നുന്നുണ്ട്. ഇതാണോ ഇൻഫ്ലുവൻസിങ്? ഇവരെയാണോ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്? ഇങ്ങനെയാണോ സൊസൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക? എനിക്ക് മനസ്സിലാവുന്നില്ല. അത് നടക്കുന്നത് പ്രൊട്ടസ്റ്റ് ആണ്. ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇനിയെങ്കിലും അവിടെ പോകാനും അവരെ സപ്പോർട്ട് ചെയ്യാനും ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഡു ഇറ്റ്. അല്ലാതെ ഇൻസ്റ്റഗ്രാമിന് വേണ്ടിയിട്ടോ കോണ്ടന്റിന്റെ റീച്ചിന് വേണ്ടിയിട്ടോ ഫോട്ടോഷൂട്ട് ചെയ്യാനോ അല്ല. ആത്മാർത്ഥമായിട്ട് പോയിട്ട് സപ്പോർട്ട് ചെയ്യും. വി വിൽ അപ്രീഷിയേറ്റ് യു. ഞങ്ങൾ നിങ്ങളെ സാല്യൂട്ട് ചെയ്യും. അല്ലാതെ ഈ കാണിക്കുന്ന പ്രഹസനം പുച്ഛം തോന്നുന്നുണ്ട്. സീരിയസ്ലി അത്രയും കണ്ടിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് തേങ്ങയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഓക്കെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ BJP-കാരാണെങ്കിലും ആരാണെങ്കിലും എൻ്റെ പൊന്നു മനുഷ്യന്മാർ, ഇതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇന്ത്യ എന്ന മഹാരാജ്യം നമ്മളിപ്പോൾ എൻ്റെ പൊന്നു പ്രേക്ഷകർ, ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് തീർക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ മരിക്കും ചിലപ്പോൾ. നമ്മുടെ ആയുസ് അങ്ങനെയാണ്. നമുക്ക് ഒരു അസുഖവും വരാതെ നമ്മളിങ്ങനെ ജീവിക്കുകയാണെങ്കിൽ 10, 60, 70, 80 കൂടിപ്പോയാൽ അപ്പോൾ നമ്മൾ ഇല്ലാതാവൂലേ? ഇപ്പോൾ ജനിച്ച ഭാവിയിലെ കുട്ടികൾക്ക് ഇന്ത്യ എന്ന മഹാരാജ്യം വേണ്ടേ? നമ്മളിപ്പോൾ ഇത്ര കാലമെങ്കിലും നല്ല അടിപൊളിയായി ജീവിച്ചു. ഇങ്ങനെയെങ്കിലും ജീവിക്കാൻ അവർക്ക് ഇന്ത്യ എന്ന മഹാരാജ്യം വേണ്ടേ? അതിനു വേണ്ടിയിട്ട് എൻ്റെ പൊന്നു പ്രേക്ഷകരെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് കോക്രോച്ച് പാർട്ടിയുടെ ആ ഒരു സ്ഥാപകൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, इसी पर भरोसा करके मैं अपने देश वापस आया था. 1 महीने से हम लोग यहाँ बैठे हुए थे. सोनम सर 20 दिन से भूख हड़ताल पर थे. वो नहीं जाना चाहते थे. आज सुबह मेरी उनसे बात हुई थी. उठते हुए सबसे पहले जो उन्होंने मुझे चीज पूछी थी वो ये थी कि 20 जुलाई की तैयारी हो गई क्या, मार्च की तैयारी हो गई क्या? मैंने कहा था सर यस, सारी प्रिपरेशंस हो गई. यू डोंट वरी, वी आर जस्ट वरीड अबाउट योर हेल्थ सर. लेकिन जो ये पुलिस वालों ने आज किया है, He was not a criminal. जैसे आप उनको छुपा कर लेकर गए शीट्स के अंदर. अगर आपको उनकी हेल्थ की इतनी चिंता थी तो सोनम वांगचुक को आप यहाँ से इज्जत से लेकर जाते, ऐसे छुपा कर नहीं लेकर जाते आप. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, ഈ പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെയാണ് പറയുന്നത്. ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. തുടർന്ന് ഇങ്ങനെയുള്ള വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഒന്ന് ഹൈപ്പ് ചെയ്യണം, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വരാം. ഓക്കെ, ബൈ.